എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ തോരനാണ് ക്യാപ്സിക്കം തോരൻ. പല കളറിലുള്ള തോരനുണ്ട്, പല കളറിലുള്ള ക്യാപ്സിക്കമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ കളറുണ്ട് അതൊക്കെ എടുക്കാം, ഓരോന്ന് എടുത്താൽ മതി. അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. കാരണം വെള്ളം കൂടുതലുള്ളത് കൊണ്ട് വലുതായിട്ട് അരിഞ്ഞാൽ കുഴഞ്ഞു പോകും. അതിനുശേഷം കട്ടിയുള്ളൊരു പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് നല്ലത്. എണ്ണ ചൂടാകുന്ന ഉടനെ നമുക്കല്പം കടുക് വറക്കാനായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന ഉടനെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ ഇതൊന്ന് എണ്ണയ്ക്കകത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവാള. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. ഉള്ളിക്കകത്തേക്ക് ഒരല്പം ഉപ്പിടുക. അപ്പോൾ ഉള്ളിയിൽ എരിയും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ചോളും, മധുരിക്കത്തില്ല. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആകുന്ന ഉടനെ നമുക്ക് ചെറുതായിട്ട് തേങ്ങ അരിഞ്ഞതിടാം. ഇനി ആ തേങ്ങയ്ക്കകത്ത് വെള്ളം ഒന്ന് വറ്റിയാൽ മതി. ആ സമയത്ത് നമുക്ക് ഇച്ചിരി മഞ്ഞളിട്ടു. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില. അത് ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിക്കാനാണ്. ആദ്യമേ എണ്ണയ്ക്കകത്തൊന്നും കറിവേപ്പില ഇടരുത്, അപ്പോൾ നല്ല മണം വരും. ആവശ്യമുണ്ടെങ്കിൽ ഈ അരപ്പിനെപ്പോഴും ഉപ്പ് കുറച്ച് മുമ്പോട്ട് വേണം. അപ്പോൾ ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടണം. അരപ്പിന് മുമ്പോട്ട് ഉപ്പുണ്ടെങ്കിലേ നമുക്ക് തോരൻ ഉപ്പുണ്ടാകത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി അതിനകത്ത് വെള്ളം ഒന്ന് പറ്റട്ടെ. ആ സമയത്ത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം എല്ലാം അതിനകത്തേക്ക് ഇടാം. അടച്ചു വെക്കരുത്, അടച്ചു വെക്കാതെ അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ചെറുതായിട്ട് അരിയുകയും വേണം ക്യാപ്സിക്കം. അതിനകത്തേക്ക് നമുക്ക് കുറച്ചൊരു വോളിയത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് ക്യാരറ്റ് നമുക്ക് അരിഞ്ഞതിടാം. അതുപോലെ തന്നെ കുറച്ച് ക്യാബേജും. അതിഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ നല്ലൊരു പൊലിപ്പുണ്ടാവും, നല്ലൊരു മിക്സ്ഡ് തോരൻ പോലെ ഇരിക്കും. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം വെള്ളം ഒരു ശകലം പോലും ഒഴിക്കരുത്. അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനൊന്ന് അല്പം ഒന്ന് അടച്ചു വെച്ചു. അല്പം പോലും വെള്ളം ഒഴിക്കരുത്, ചെറിയ തീയിൽ വേണം ചെയ്യാൻ. അതിനുശേഷം അത് വെള്ളം പറ്റുന്ന ഉടനെ തന്നെ നമുക്കൊന്നുകൂടെ നന്നായിട്ട് ഇളക്കി തോർത്തി തോരൻ നമ്മുടെ റെഡിയാണ്. എല്ലാത്തിനോടും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ വെജിറ്റേറിയൻസിനെല്ലാം ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.